ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ജെൽ ഹെയർ പാക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ശംഖുപുഷ്പം എല്ലാവർക്കും അറിയാം, മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വെക്കാനും ശംഖുപുഷ്പം നന്നായിട്ട് സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ട് ഞാൻ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡ് ആണ് കേട്ടോ. ഞാനിതാ ഇവിടെ 2 സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് എടുക്കുന്നുണ്ട്. ഫ്ലാക്സ് സീഡ് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ചണവിത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആക്കാനൊക്കെ ഫ്ലാക്സ് സീഡ് നന്നായിട്ട് സഹായിക്കും. അതുമാത്രമല്ല, മുടി വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ ഫ്ലാക്സ് സീഡ് സഹായിക്കും. അപ്പോൾ 2 സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് എടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പത്തിൻ്റെ പൂവ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ പൗഡറാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ശംഖുപുഷ്പി പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പൂവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിൽ ഒരു 2 സ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ഫ്ലാക്സ് സീഡിന് 2 സ്പൂൺ അളവിൽ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. പൂവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-8 എണ്ണം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ശംഖുപുഷ്പം ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഹെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഏറ്റവും നല്ലതാണ്. നമ്മൾ ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ 2 സ്പൂൺ അളവിൽ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശംഖുപുഷ്പം ഇപ്പോൾ വീട്ടിലൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ പൗഡർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാനിത് പർപ്പിൾ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പർപ്പിളിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കി റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇത് കൂടാതെ ഫസ്റ്റ് 500 ലക്കി കസ്റ്റമേഴ്സിന് 500 രൂപയുടെ കൂപ്പൺ ഫ്രീ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതവിടെ 2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഇപ്പോൾ ഇത് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊരു തിള വരുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയിട്ട് പെട്ടെന്ന് കട്ടയാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ ഇതിൻ്റെ പാകവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ കണ്ടോ, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ അടി പിടിക്കാനും ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലാക്സ് സീഡ് തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ പിന്നെന്താ പറയുക, ഇതൊരു സ്റ്റിക്കി ഫോമിലാവുന്ന സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ കട്ടയായി പോകും. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ചേർത്തുള്ള വെള്ളം ഒരുവിധം സ്റ്റിക്കി പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ 2 ഗ്ലാസ് വെള്ളമൊക്കെ അല്ലേ ചേർത്തിട്ടുള്ളത്, ഒരു 1.25 ഗ്ലാസ് വെള്ളം ആവുന്ന ആ ഒരു സമയം വരെ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു വെള്ളം കണ്ടോ ഒരുവിധം സ്റ്റിക്കി പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ടയായി പോകും. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. ഇത് പാക്ക് അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇതുപോലെ കട്ടയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജെൽ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വിധത്തിൽ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഹെയർ പാക്ക് ആണിത്. ഫ്ലാക്സ് സീഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളത് എടുത്തു പറയുന്നത്. ഇനി നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാം.
അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ശംഖുപുഷ്പത്തിന്റെ പൗഡർ വാങ്ങിക്കുന്നത്. പൗഡർ വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കരുതിയത് നീല കളറിലുള്ള ആ ഒരു പൗഡറും പിന്നെ ആ ഒരു പാക്കൊക്കെയാണ് കേട്ടോ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വാങ്ങിച്ച പൗഡറിന് ഒരു ഗ്രീൻ കളർ, നിങ്ങൾ കണ്ടല്ലോ, ഗ്രീൻ കളറിലാണ് വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് നീലയാണ് കേട്ടോ. നമുക്ക് ശംഖുപുഷ്പം 2 തരം ഉണ്ടല്ലോ, വെള്ളയുണ്ട് നീലയുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി നല്ലത് നീലയാണ്. ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് പൂ കിട്ടുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം. പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മുടി ഒരുപാട് ഡ്രൈ ആയി പോകും. ഫ്ലാക്സ് സീഡ് നമ്മുടെ മുടി ഡ്രൈ ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ മസാജ് ചെയ്തിട്ട് മാത്രം പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ ചെറുതായിട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് തേക്കാം കേട്ടോ. പാക്ക് തേക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിൽ മൊത്തമായിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്ക് നമുക്ക് എന്താ പറയുക, മുടി ഞാൻ പറഞ്ഞല്ലോ, മുടി ഇങ്ങനെ ചുരുണ്ട് കയറുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് തോന്നൂല, ഞാൻ പറഞ്ഞു തോന്നിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. നമുക്കിത് പിന്നെ ഫ്ലാക്സ് സീഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ മുടിയൊക്കെ ചുരുണ്ട് കയറുന്ന പ്രശ്നമൊക്കെ ഉള്ളവർ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഡെയിലി ഉപയോഗിക്കാനല്ല പറയുന്നത്, നമ്മുടെ റുട്ടീനിൽ പിന്നെ ഫ്ലാക്സ് സീഡ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ ഹെയർ സെറമൊക്കെ ചെയ്തിട്ടുള്ളത് ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ ആ ഹെയർ സെറമൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് ആ ഒരു സ്ട്രെയിറ്റ് ഫീല് തരാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ആദ്യം സ്കാൽപ്പിൽ ഇതുപോലെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ മുടിയിൽ മൊത്തമായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഞാനിതാ പാക്ക് നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്താൽ മാത്രമേ മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും സഹായിക്കുള്ളൂ. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കുക. പാക്ക് നല്ല തണുപ്പാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് പാക്ക് തണുപ്പാണ്, തണുപ്പ് പറ്റാത്തവർ എങ്ങനെ ഉപയോഗിക്കുന്നൊക്കെ ഉള്ളത്. പാക്ക് നല്ല തണുപ്പാണ്. തണുപ്പ് പറ്റാത്തവർ ഒരുപാട് സമയം വെക്കാതെ കുറച്ച് സമയമൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 15 മിനിറ്റ് ഒക്കെ വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത്ര സമയം വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകാം കേട്ടോ. കഴുകുന്ന സമയത്ത് ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് താളി എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ശംഖുപുഷ്പമൊക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ പൂവൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് ട്രൈ ചെയ്തവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. എന്നാൽ മറ്റുള്ളവർക്കും എനിക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.